അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള എരിശ്ശേരിയാണ്. അതിന് ഒരു 10-25 ചുള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-15 ചക്കക്കുരുവും ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങായ, 3 വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, 3 പച്ചമുളക്, നല്ല മുളകിൻ്റെ ഒരു പിടി നല്ല മുളക്, ജീരകം, ഇത്രയും സാധനം. പിന്നെ വറുത്തിടാനായിട്ട് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇടുന്നത് കാണിക്കാം. ഇതിനകത്തിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒത്തിരി മുളക് പൊടി വേണ്ട, ഒരു ശകലം മുളക് പൊടി മതി. പച്ചമുളക് അരയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ഇച്ചിരി കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിന് ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിലോട്ട് വെക്കുകയാണ്. ഈ ചക്കക്കുരു ഞുറുക്കി മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കും. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ചക്കക്കുരു അടിച്ചതൂടെ ഇതിനകത്ത് ചേർക്കും. അതുകൊണ്ട് കരിയാപ്പിലൂടെ ഇതിനകത്ത് ഞാൻ ഇടുകയാണ്. ഇതിനി അടുപ്പിലോട്ട് വെക്കുക. ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് ചക്കക്കുരു ഇതിനകത്ത് അടിച്ചൊഴിക്കുക. ഇത് അത്ര സമയം കൊണ്ടൊന്ന് വേവട്ടെ. അടിച്ച് വെച്ച് ഒന്ന് വേവട്ടെ. ഈ നുറുക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവിന് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് അരയ്ക്കുക. ഈ അരച്ചെടുത്ത ഈ ചക്കക്കുരു ഒത്തിരി അരഞ്ഞില്ല, ഒരു സാധാരണ രീതിയിൽ അരച്ചതേ ഉള്ളൂ. ഒത്തിരി നല്ലപോലെ അരഞ്ഞില്ല. ഒന്ന് അരച്ചെടുത്ത് ഇതിനകത്തിലോട്ട് ചേർക്കുകയാണ്. ശകലം വെള്ളം കൂടെ ചേർക്കാം. ശകലം വെള്ളം കൂടി അതിലോട്ട് ചേർക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ കിടന്ന് നല്ലതുപോലെ വേവട്ടെ. വെന്ത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ എല്ലാം അരച്ച് ചേർക്കാം അതിനകത്ത്. ഇനി എരിശ്ശേരിക്ക് അരച്ച് ചേർക്കാനുള്ള സാധനങ്ങൾ: തേങ്ങ, 3 ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു നുള്ളി ജീരകം, കുറച്ച് നല്ല മുളക്. ഒത്തിരി വേണ്ട, ഒരു ചെറിയ ഗ്യാസൊക്കെ, ഈ ചക്കക്കുരും ചക്കയും കൂടെ ആകുമ്പോൾ ചെറിയ ഗ്യാസൊക്കെ കാണും. അപ്പോൾ അതിന് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി ഒന്ന് ഗ്യാസൊക്കെ മാറാനും എല്ലാത്തിനും കൂടി അതാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല നാടൻ പച്ചമുളകാണ്. അത് ഇതിനകത്തിലോട്ട് ചേർത്തരയ്ക്കുകയാണ്. 2 കരിയാപ്പിലൂടെ ഇതിനകത്ത് ഇടുകയാണ്. ഇനി ഇത് അരച്ചെടുത്ത് ചേർക്കുന്നത് കാണിക്കാം. ചക്കക്കുരു നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞത് റെഡിയായി വരുവാണ്. ഇനി അരപ്പ് അങ്ങോട്ട് ഞാൻ ചേർക്കുകയാണ് അതിനകത്തിലോട്ട്. ഇനി അരപ്പിൽ കിടന്ന് ഒന്നുകൂടെ വേഗം അരപ്പൂട്ട് ഒഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ പരുവത്തിന് വെള്ളം ഒഴിച്ച്, ഇതിപ്പം കുറുകി ഇരിക്കുവാണ്. ചൂടൊക്കെ വെള്ളമൊക്കെ ചേർത്ത് ഒന്നുകൂടി അരപ്പും വേവണം. ഇനി ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. വെന്തിട്ട് നമുക്ക് എടുക്കാം. ഇതിനകത്ത് കടുക് വറുത്തതൊക്കെ ചേർക്കാനുണ്ട്. തേങ്ങ വറുത്തിടണം. ചുവന്നുള്ളിയും കരിയാപ്പിലയും മുളകും എല്ലാം ഇട്ടിട്ട് കടുകും വറുത്ത് താളിച്ചൊഴിക്കണം നമുക്ക് ഇതിനകത്തിൽ. അത്രയും നേരം കൂടെ കിടന്ന് വെന്തോട്ടെ. എരിശ്ശേരി റെഡിയായി. എല്ലാം തന്നെ ഇതേ പരുവത്തിനായി. എന്നാണ്ട ഇത്രയും കുറുകണം. ഒത്തിരി ഇപ്പം തന്നെ ഇനിയും കുറുവും ഇത്. അതുകൊണ്ട് ഇനി ഇത് വാങ്ങി വെക്കാൻ പോവാണ്. ഇനി എന്തെങ്കിലും ചുവന്നുള്ളിയും മുളകും പച്ചമുളകും കരിയാപ്പിലയും കടുകും എല്ലാം ഇട്ട് കടുക് വറുത്ത് താളിക്കുകയാണിത് നമ്മൾ. അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യണം. ആർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് എൻ്റെ ചാനൽ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് നല്ലൊരു കൂട്ടാനാണ്. നമുക്ക് ഉച്ചക്കത്തെ ഊണിന് ചക്ക ഇരിപ്പുണ്ട്. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക എരിശ്ശേരി ഞാൻ അതിനകത്ത് ഇച്ചിരി 10-20 കൂട്ടാനാണ് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ളത്. അതിന് ചക്കയുടെ കൂടെ ഞാനൊരു 10-20 ചക്കക്കുരും കൂടി ഇതിനകത്ത് അടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.